PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പള വർധന അനുചിതമെന്ന് CPI യുവജന സംഘടനയായ AIYF. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് KSRTC പെൻഷനും മറ്റ് ക്ഷേമ പെൻഷനുകളും മുടങ്ങുന്ന സാഹചര്യത്തിലാണ് ഈ വേതന വർധന. ആശാവർക്കർമാർ ഉൾപ്പെടെ അർഹരായവർ വേതന വർധന നൽകാൻ സാധിച്ചിട്ടില്ല എന്നും AIYF കുറ്റപ്പെടുത്തുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് ആരോപണം ഉന്നയിച്ചത്. വിവരങ്ങളുമായി ശ്രീനന്ദ SP ചേരുന്നു. ശ്രീനന്ദ, ഇവിടെ അനുചിതമാണ്, സാമ്പത്തിക പ്രതിസന്ധി വളരെ കലശലായി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ നിലയിൽ ശമ്പള വർധനവ് PSC ചെയർമാനും അംഗങ്ങൾക്കും ശമ്പള വർധനവ് വരുത്തുന്നത്. KSRTCയിൽ ശമ്പളം കൊടുക്കാൻ പണമില്ല. ആശാവർക്കർമാർ അവിടെ വെയിലത്ത് സമരം തുടങ്ങിയിട്ട് ആഴ്ചകൾ കഴിയുന്നു. അവർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഇത്തരത്തിൽ PSC ചെയർമാനും അതേപോലെ തന്നെ അംഗങ്ങൾക്കും വമ്പൻ ശമ്പള വർധന വരുത്തുന്നത്. ഇതിനെതിരെയല്ലേ AIYFന്റെ പ്രതിഷേധം? ശ്രീനന്ദ. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം ആശാവർക്കർമാർ ഇപ്പോൾ 11ാം ദിവസത്തിലേക്ക് സമരം കടന്നു. അവരിന്ന് മഹാസംഗമമാണ് ഇന്നവർ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പെൻഷൻ ലഭിക്കുന്നില്ല, ശമ്പളം മുടങ്ങുന്നു എന്ന് പറഞ്ഞ് KSRTC ജീവനക്കാർ പണിമുടക്കുന്നുണ്ട്, ആശാവർക്കർമാർ പണിമുടക്കുന്നു. സ്കൂൾ പാചക തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് നമുക്ക് ശമ്പളം ലഭിക്കുന്നില്ല, ശമ്പളം ലഭ്യമാകുന്നില്ല, കുടിശ്ശികയുണ്ട് എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നത്. അതിനിടയ്ക്കാണ് സർക്കാർ തന്നെ പറയുന്നത് തങ്ങൾക്ക് അടുത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കൂടി സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരെയും ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ്. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളമാണ് അവരിപ്പോൾ കൂട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സാധാരണ തരത്തിലുള്ള ആൾക്കാരുടെ ശമ്പളത്തിന്റെ വർധനവ് അവരുടെ ശ്രദ്ധയിൽപ്പെടാത്തത് എന്നൊരു ചോദ്യം കൂടെ ഇവിടെ ഉന്നയിക്കുകയാണ്. സാധാരണ തൊഴിലാളികൾ എത്ര തന്നെ അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് സർക്കാരിന് മുന്നിൽ വെച്ചാലും അവരത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു പ്രവണത കൂടെയാണ് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത്. അർഹമായ വേതനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള എല്ലാവരും പ്രതിഷേധിക്കുന്നത്. എന്നാൽ വേതന കറക്റ്റായിട്ട് ലഭിക്കുന്നവർക്ക് അത് കൂട്ടി നൽകുന്ന ഒരു പ്രവണത എന്താണ് സർക്കാർ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യചിഹ്നം ഇവിടെ ഉന്നയിക്കുകയാണ് AIYF എന്ന സംഘടന. അവർ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയും അത് എന്തുകൊണ്ടാണ് തങ്ങൾ പ്രതിസന്ധിയിലാണ് എന്ന് സർക്കാർ ഒരു വശത്ത് പറയുമ്പോഴും മറുവശത്ത് ശമ്പളം കൂട്ടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്തവർക്ക് കൂടുതലായി കൊടുക്കുന്നു, ഉള്ളവർക്ക് ഒന്നും തന്നെ നൽകുന്നു, ഉള്ളവർക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നൊരു പ്രവണതയാണ്. എന്ന് പറഞ്ഞാൽ അർഹമായ വേതനം കിട്ടുന്നില്ല എന്നൊരു ഇതാണ് ഇവിടെ AIYF എന്ന് പറയുന്ന സംഘടന ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലിരിക്കെ 4 കോടിയുടെ അധിക ബാധ്യത ഉണ്ടാക്കുന്ന നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാണ് ഇവിടെ സംഘടനയുടെ ചുമതലയുള്ള വ്യക്തികൾ ഇതിലൂടെ വ്യക്തമാണ്. PSC ചെയർമാനും അതേപോലെ തന്നെ അംഗങ്ങൾക്കും വലിയ ശമ്പള വർധന വരുത്തിയോടുകൂടി സർക്കാരിന് 4 കോടി രൂപയുടെ അധിക ബാധ്യത വരുന്നു. KSRTCയിൽ ശമ്പളം കൊടുക്കാൻ പണമില്ല. അവിടെ ആശാവർക്കർമാർ റോഡിൽ ആനുകൂല്യങ്ങൾക്കായി സമരം തുടരുന്നു. അപ്പോഴാണ് CPI യുവജന വിഭാഗമായ AIYFന്റെ ഈ വിമർശനം. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ശ്രീനന്ദ.